Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദുമോൾ, പെരുമ്പ, Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പയ്യന്നൂരിൽ UDF പയ്യന്നൂർ നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. ഗവർണർമാരെ ഉപയോഗിച്ച് ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ് മോദി സർക്കാരെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കലാലയങ്ങളിൽ വോട്ടഭ്യർത്ഥനയുമായി LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ. തൃക്കരിപ്പൂരിൽ 2ാം ഘട്ട പര്യടനം ആരംഭിച്ചു. തൃക്കരിപ്പൂർ പോളിയിൽ നിന്നും പര്യടനത്തിന് തുടക്കം കുറിച്ചു. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ നാർക്കലിൽ കുന്നിടിക്കലിനെതിരെ പ്രതിഷേധം ശക്തമായി. കുന്നിടിക്കുന്നത് ഹൈവേ വികസന പ്രവർത്തനങ്ങൾക്കായി. മണ്ണ് ഖനനം അനുവദിക്കില്ലെന്ന നിലപാടിൽ പ്രദേശവാസികൾ. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച 35 വീടുകളുടെ താക്കോൽദാനം ചന്തപ്പുരയിൽ നടന്നു. രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ഗവർണർമാരെ ഉപയോഗിച്ച് ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ് മോദി സർക്കാരെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പയ്യന്നൂരിൽ നടന്ന UDF പയ്യന്നൂർ നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MP എന്ന നിലയിൽ സാധ്യമായതെല്ലാം മണ്ഡലത്തിനു വേണ്ടി ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നും ഉണ്ണിത്താൻ കൂട്ടിച്ചേർത്തു. ജനപ്രതിനിധികളെ വിലക്ക് വാങ്ങിയും ഗവർണർമാരെ ഉപയോഗിച്ചും ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വീണ്ടും BJP അധികാരത്തിലെത്തിയാൽ ഇത്തരത്തിലുള്ള അവസാനത്തെ തെരഞ്ഞെടുപ്പായി 2024 തെരഞ്ഞെടുപ്പ് മാറും. MP എന്ന നിലയിൽ സാധ്യമായതെല്ലാം താൻ മണ്ഡലത്തിനു വേണ്ടി ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥിയും നിലവിലെ MPയുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. MP എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷം കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ പട്ടിക നിരത്തിക്കൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പ്രസംഗം അവസാനിപ്പിച്ചത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം തിരുത്തി എഴുതാൻ ചരിത്രകാരന്മാരെ നിയോഗിച്ച് ആ ചരിത്രകാരന്മാർ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലെ ഏടുകൾ ഓരോന്നോരോന്നായി മാറ്റിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ നമുക്കറിയാം മലബാർ കലാപം, ഖിലാഫത്ത് മൂവ്മെന്റ്, അതുപോലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ, ആലി മുസ്ലിയാർ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് അലി, ഇവരൊക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. അവരെയൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യ സമര ചരിത്രം തിരുത്തി എഴുതുന്നു. രാഷ്ട്രീയ നേതാക്കളെ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകളെ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യത്തെ പണാധിപത്യം ഉപയോഗിച്ച് അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. UDF നിയോജക മണ്ഡലം ചെയർമാൻ M ഉമ്മർ അധ്യക്ഷനായി. നേതാക്കളായ K മായിൻ ഹാജി, KT സഹദുള്ള, A ഗോവിന്ദൻ നായർ, PK ഫൈസൽ, KP കുഞ്ഞിക്കണ്ണൻ, M നാരായണൻകുട്ടി, SA ഷുക്കൂർ ഹാജി, K ജയരാജ്, B സജിത്ലാൽ, VP സുഭാഷ്, ജോസഫ് M മുള്ളൻമട, KV കൃഷ്ണൻ, MK രാജൻ, AP നാരായണൻ, P ലളിത ടീച്ചർ, KK സുരേഷ്, മഹേഷ് കുന്നുമ്മൽ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കലാലയങ്ങളിൽ വോട്ടഭ്യർത്ഥനയുമായി LDF സ്ഥാനാർത്ഥിയായ MV ബാലകൃഷ്ണൻ മാസ്റ്റർ തൃക്കരിപ്പൂരിൽ 2ാം ഘട്ട പര്യടനത്തിനിറങ്ങി. തൃക്കരിപ്പൂർ പോളിയിൽ നിന്നാണ് രാവിലെ പര്യടനത്തിന് തുടക്കം കുറിച്ചത്.
കലാലയങ്ങളിൽ വോട്ടഭ്യർത്ഥനയുമായി LDF സ്ഥാനാർത്ഥി MB ബാലകൃഷ്ണൻ മാസ്റ്റർ തൃക്കരിപ്പൂരിൽ രണ്ടാംഘട്ട പര്യടനത്തിന് തുടക്കം കുറിച്ചു. തൃക്കരിപ്പൂർ പോളിയിൽ നിന്നാണ് രാവിലെ പര്യടനത്തിന് തുടക്കം കുറിച്ചത്. തൃക്കരിപ്പൂർ രാജീവ് ഗാന്ധി കോളേജിലെത്തിയ ബാലകൃഷ്ണൻ മാസ്റ്റർ ക്ലാസുകളിലെത്തി കുട്ടികളുമായി സംവദിക്കുകയും വോട്ടഭ്യർത്ഥന നടത്തുകയും ചെയ്തു. അധ്യാപക പരിശീലന കോളേജ് അവിടെ 98% മുസ്ലിം സഹോദരിമാരായ കുട്ടികളാണ്, മുസ്ലിം കുട്ടികളാണ്. അപ്പോൾ അവരെ ക്ലാസ്സിൽ ഒരു 4-5 ആൺകുട്ടികളുണ്ട്, ബാക്കിയെല്ലാം പെൺകുട്ടികളാണ്. ഞാൻ അവരോട് ഞാൻ വന്ന ആവശ്യം ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞതുപോലെ പറയുമ്പോൾ ഒരു സൈഡിൽ ഇരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല, കുറേ കുട്ടികൾ ഇങ്ങനെ സൈഡിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു 6 മുസ്ലിം കുട്ടികൾ ഇങ്ങനെ സൈഡിൽ നിൽക്കുമ്പോൾ അതിൽ 2 മുസ്ലിം കുട്ടികൾ എന്നോട് ചോദിച്ചു, മാഷെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ പാർലമെൻറ്റിലേക്ക് എത്തിയാൽ 5 കൊല്ലം നിങ്ങൾ എന്ത് ചെയ്യും, എന്തുറപ്പാണ് ഞങ്ങൾക്ക് നൽകാനുള്ളത്. നേതാക്കളായ M. രാജഗോപാലൻ MLA, സാബു എബ്രഹാം, രജീഷ് വെള്ളാട്ട്, PR ചാക്കോ, CJ സജിത്ത്, TK സുകുമാരൻ, KV ജനാർദ്ദനൻ, TV വിജയൻ, TV രവി, VK ചന്ദ്രൻ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലെ നാർക്കലിൽ കുന്നിടിക്കലിനെതിരെ പ്രതിഷേധം ശക്തമായി. ഹൈവേ വികസനത്തിന്റെ ഭാഗമായാണ് പഞ്ചായത്തിലെ കുന്നുകളിൽ നിന്നും മണ്ണ് ഖനനത്തിന് നീക്കം നടക്കുന്നത്. ഇടനാടൻ ചെമ്മൺ കുന്നുകളും കുന്നുകളിൽ ഉത്ഭവിക്കുന്ന നീർച്ചാലുകളും വയലുകളുമെല്ലാം കൊണ്ട് സമ്പന്നമാണ് പയ്യന്നൂരിന് കിഴക്കായുള്ള കാങ്കോൽ ആലപ്പടമ്പ് മേഖല. പ്രദേശത്തെ കാർഷിക സമൃദ്ധിക്കും ജലസമൃദ്ധിക്കും കാരണം ചെങ്കൽ ചെമ്മൺ കുന്നുകൾ തന്നെയാണ്. വർഷങ്ങളായി വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾക്കായി പ്രദേശത്തെ കുന്നുകൾ ഇടിച്ചുമാറ്റിയിട്ടുണ്ട്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായാണ് നിലവിൽ പലയിടത്തും വ്യാപകമായ കുന്നിടിക്കലിന് ശ്രമം നടക്കുന്നത്. പഞ്ചായത്തിന്റെ 14-ാം വാർഡിലെ നാർക്കലിൽ കുന്നിടിക്കലിനെതിരെ ഡിവൈഎഫ്ഐ ഉൾപ്പെടെ പ്രതിഷേധത്തിലാണ്. ഹൈവേ വികസനത്തിന്റെ ഭാഗമായാണ് നാർക്കലിലും കുന്നിടിക്കാൻ ശ്രമം നടക്കുന്നത്. നാട്ടുകാർ സമരസമിതി രൂപീകരിച്ച് പ്രതിഷേധ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലെ വിവിധങ്ങളായ കുന്നുകൾ ഹൈവേ വികസനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മണ്ണ് മാഫിയകളും ലോബികൾ കൈവശം വെക്കുകയോ അഡ്വാൻസ് കൊടുത്ത് നിലനിർത്തുകയോ ചെയ്തിരിക്കുകയാണ്. അത്തരത്തിൽ ഉള്ള ഒരു കുന്നാണ് നമ്മുടെ ആലപ്പടമ്പിലത്തെ നാർക്കൽ കുന്ന് എന്ന് പറയുന്നത്. ഈ നാർക്കൽ കുന്ന് ഇല്ലാതാവുന്നതോടുകൂടി ഈ പ്രദേശത്തുള്ള വലിയ ഇരു കരകളിലായി നിൽക്കുന്ന ഒരു 15 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന വയൽ അപ്രത്യക്ഷമാവാൻ പോവുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച 35 വീടുകളുടെ താക്കോൽദാനം ചന്തപുരയിൽ നടന്നു. രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഭവനരഹിതരായ മുഴുവൻ കുടുംബങ്ങൾക്കും അടച്ചുറപ്പുള്ള ഭവനം നിർമ്മിച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ലൈഫ് മിഷൻ ഭവന നിർമ്മാണ പദ്ധതിയിൽ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച 35 വീടുകളുടെ താക്കോൽദാനം ചന്തപുരയിൽ നടന്നു. കേരള രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് 1ാം സ്ഥാനം കേരളത്തിന്. ക്രമസമാധാന പരിപാലനത്തിനും വർഗീയ ലഹളകൾ ദൂരീകരിക്കുന്നതിനും സാധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് 1ാം സ്ഥാനം. അങ്ങനെ ഒരുപാട് A+ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാരണം നിങ്ങളെപ്പോലുള്ള നല്ലവരായ ജനങ്ങളുടെ ഒരു പിന്തുണയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ, നമ്മുടെ പഞ്ചായത്ത് പോലെ തദ്ദേശ സ്ഥാപനങ്ങൾ വേണ്ട എല്ലാ ജനകീയ സ്ഥാപനങ്ങളുടെയും പിന്തുണ, ആ ജനകീയ സ്ഥാപനങ്ങളെല്ലാം അംഗീകരിക്കുന്ന കരുത്തും ശക്തിയും ഈ സർക്കാരിന്. അങ്ങനെ ജനകീയ പ്രശ്നങ്ങളും ജനവികാരങ്ങളും ഒപ്പിയെടുത്തുള്ള ഒരു വലിയ തീർത്ഥയാത്രയാണ് ഈ സർക്കാരിൻ്റെ പ്രവർത്തനം. അതിൻ്റെ ഭാഗമായിരുന്നു നവകേരള സന്ദർശനം, നവകേരള സൃഷ്ടിക്കുക. എല്ലാ ജില്ലകളിൽ എന്തായിരുന്നു ജനക്കൂട്ടം. കേരളത്തിലെ മുഴുവൻ ഭവനരഹിതരായ കുടുംബങ്ങൾക്കും സുരക്ഷിതവും സുന്ദരവുമായ ഭവനം നിർമ്മിച്ചു നൽകുക എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്നും കഴിഞ്ഞ 7.5 വർഷം കൊണ്ട് 3,60,000 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. ബാക്കിയുള്ള ഭവനങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. അടുത്ത 2.5 വർഷത്തിനുള്ളിൽ ബാക്കിയുള്ള ഭവനങ്ങളുടെ നിർമ്മാണം കൂടി പൂർത്തീകരിക്കുന്നതോടെ 5 ലക്ഷം കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. കല്യാശ്ശേരി MLA M. വിജിൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ സൗമ്യ CH റിപ്പോർട്ട് അവതരിപ്പിച്ചു.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മോഹനൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി എ കോമളവല്ലി, ടി വി സുധാകരൻ, എൻ കാർത്യായനി, വാർഡ് മെമ്പർ എം വി പ്രീത, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ പി പി ദാമോദരൻ, കെ പത്മനാഭൻ, ഇ പി ബാലകൃഷ്ണൻ, വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ടി വി ചന്ദ്രൻ, എം പി ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി ഷിബു കരുൺ തുടങ്ങിയവർ സംസാരിച്ചു. ലൈഫ് 2020 ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഗ്രാമപഞ്ചായത്തുമായി എഗ്രിമെന്റിൽ ഏർപ്പെട്ട 60 കുടുംബങ്ങളിൽ ഭവന നിർമ്മാണം പൂർത്തീകരിച്ച 35 കുടുംബങ്ങൾക്കാണ് ചടങ്ങിൽ വെച്ച് താക്കോൽ കൈമാറിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ ക്രമക്കേട് കർശന നടപടി സ്വീകരിക്കുക, പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാതമംഗലം, വെള്ളോറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് ധർണ നടത്തി. KPCC മെമ്പർ അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ ക്രമക്കേടിൽ കർശന നടപടികൾ സ്വീകരിക്കുക, പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാതമംഗലം, വെള്ളോറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണാസമരം സംഘടിപ്പിച്ചത്. KPCC അംഗം അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ് ധർണാസമരം ഉദ്ഘാടനം ചെയ്തു. എരമംകുറ്റൂരിന്റെ മണ്ണിൽ ഒരു സമരം പ്രഖ്യാപിച്ച് ആ സമരത്തിനകത്ത് കേവലം ധർണ നടത്തി പിരിഞ്ഞു പോകുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി എന്ന് ആദ്യമായി തന്നെ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. 17 വാർഡുകളുള്ള ഈ എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് കോൺഗ്രസ് എന്തെങ്കിലും അങ്ങ് പറഞ്ഞു പോയിക്കോട്ടെ എന്നാണ് കരുതുന്നെങ്കിൽ പറയാൻ വേണ്ടിയുള്ളതല്ല, ഇനിയുള്ള ദിവസങ്ങൾക്കകത്ത് അത് ചെയ്തു കാണിക്കുമെന്ന് ഇവിടുത്തെ ഭരണസമിതിക്ക് താക്കീതായിട്ടുള്ള വെല്ലുവിളികളായിട്ട് തന്നെ ഞങ്ങൾ ഇവിടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതി തട്ടിപ്പിന് കൂട്ടുനിന്ന പഞ്ചായത്ത് ഭരണസമിതി ഉടൻ രാജിവെക്കണമെന്നും കൂട്ടുനിന്ന മുഴുവൻ ജീവനക്കാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും VP അബ്ദുൾ റഷീദ് ആവശ്യപ്പെട്ടു. ധർണാ സമരത്തിൽ മാതമംഗലം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് NV ശ്രീനിവാസൻ അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KJ രാജ്, ബ്ലോക്ക് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് VC നാരായണൻ, DCC അംഗം AJ തോമസ്, നേതാക്കളായ TM സദാനന്ദൻ മാസ്റ്റർ, സാജു ആന്റണി, ദീപ ഗിരീഷ്, സ്വപ്ന റിജിൽ, VT ജിജ, PP വിജേഷ്, PP അജു, KP ശൈലേഷ് കുമാർ, രാമചന്ദ്രൻ മാസ്റ്റർ, നാരായണൻ ചേപ്പത്തോട്, ജോർജ് കുട്ടി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സന്തോഷകരമായ കുടുംബജീവിതം സാധ്യമാകുക എന്ന ലക്ഷ്യത്തോടെ കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിന്റെ നൂതന പദ്ധതി അത്താഴം കുടുംബത്തോടെ കുശലത്തോടെ എന്ന പേരിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പുതിയ കാലത്ത് കുട്ടികളും യുവാക്കളും അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന ഘട്ടത്തിൽ ഇവർക്കിടയിൽ ആത്മഹത്യകളും കൂടിവരുന്ന സാഹചര്യത്തിലാണ് കുടുംബത്തിൽ സന്തോഷവും കൂടുതൽ ഐക്യവും ആത്മബന്ധവും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് നൂതന പദ്ധതി നടപ്പിലാക്കുന്നത്. അത്താഴം കുടുംബത്തോടെ കുശലത്തോടെ എന്ന പേരിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരിൽ തന്നെയുണ്ട് പഞ്ചായത്തിൻ്റെ ലക്ഷ്യം. ഒരു നിശ്ചിത സമയത്ത് വീട്ടിലെ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി ഒന്നിച്ചിരുന്ന് അത്താഴം കഴിക്കുക വഴി ആ ദിവസത്തെ സന്തോഷങ്ങളും സങ്കടങ്ങളും പരസ്പരം പങ്കുവയ്ക്കുകയും അതിലൂടെ മാനസിക ഐക്യം രൂപപ്പെടുത്തുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. വർദ്ധിച്ചു വരുന്ന കുട്ടികളിലെയും മുതിർന്നവരുടെയും അക്രമവാസന, പെരുമാറ്റ വൈകല്യങ്ങൾ, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ദാമ്പത്യ പ്രശ്നങ്ങൾ, ആത്മഹത്യ പ്രവണത എന്നിവ പരിഹരിക്കാൻ പുതിയ പദ്ധതി വഴി സാധിക്കുമെന്ന് പഞ്ചായത്ത് പ്രതീക്ഷിക്കുന്നു. ഈ പദ്ധതി ജനകീയമായി ജനങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ സംഘാടന സമിതിയിൽ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. നാടിനകത്തെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ആളുകളും മറ്റെല്ലാം ചേർന്ന് ഈ നാടിൻ്റെ ഒരു ഉത്സവമാക്കിയിട്ട് ഈ പരിപാടി മാറ്റിയാൽ ഈ നാട് നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി പറ്റും. കുടുംബ ഭദ്രത നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുടുംബ ഭദ്രത ഉണ്ടെങ്കിൽ മാത്രമേ, കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകാൻ മാത്രമേ ഹാപ്പിനെസ് പഞ്ചായത്തായിട്ട് നമ്മൾ പഞ്ചായത്തിന് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും. അതിനാവശ്യമായിട്ടുള്ള ഇടപെടലാണ് പഞ്ചായത്ത് ഭരണസമിതിയും ആസൂത്രണ സമിതിയും എല്ലാം ആലോചന നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതി ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കാൻ വേണ്ടി പോകുന്നത്. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ട ഉദ്ഘാടനം 8-10 തീയതികളിൽ നടക്കും. ജില്ലാ കലക്ടർ, MLA ഉൾപ്പെടെ ഉള്ളവർ പരിപാടിയിൽ പങ്കെടുക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. NDA സ്ഥാനാർത്ഥി ML അശ്വിനി തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ പര്യടനം തുടങ്ങി. രാവിലെ പിലിക്കോട് എത്തിയ അശ്വിനി മട്ടളായി ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് മണ്ഡല പര്യടനത്തിന് തുടക്കം കുറിച്ചത്.
NDA സ്ഥാനാർത്ഥി ML അശ്വനി തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ പര്യടനം തുടങ്ങി. രാവിലെ പിലിക്കോടെത്തിയ അശ്വനി മട്ടലായി ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് മണ്ഡല പര്യടനത്തിന് തുടക്കം കുറിച്ചത്. വീട്ടിൽ വിശ്രമജീവിതം നയിക്കുന്ന മുൻ BJP ജില്ലാ സെക്രട്ടറി ഇടയിലേക്കാട്ടിലെ K. കുഞ്ഞിരാമനെയും മുൻ ജില്ലാ വൈസ് പ്രസിഡന്റും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റുമായിരുന്ന KV ലക്ഷ്മണനെയും വീട്ടിലെത്തി കണ്ടു. പിലിക്കോട്, പടന്ന, വലിയ പറമ്പ, തൃക്കരിപ്പൂർ എന്നീ പഞ്ചായത്തുകളിലെ വീടുകളിൽ വിശ്രമജീവിതം നയിക്കുന്ന പാർട്ടി പ്രവർത്തകരെയും വിവിധ മേഖലകളിലെ ഉന്നതരെയും വീട്ടിലെത്തി നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി A. വേലായുധൻ, ജില്ലാ സെക്രട്ടറി N. മധു, സംസ്ഥാന കൌൺസിൽ അംഗം M. ഭാസ്കരൻ, മണ്ഡലം പ്രസിഡന്റ് TV ഷിബിൻ, മുതിർന്ന നേതാവ് T. കുഞ്ഞിരാമൻ, മഹിളാ മോർച്ച ജില്ലാ അധ്യക്ഷ പുഷ്പ ഗോപാൽ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അനിഷയ്ക്ക് നിഷേധിക്കപ്പെട്ട നീതി മരണാനന്തരമെങ്കിലും ലഭിക്കണമെന്ന ആവശ്യവുമായി പയ്യന്നൂർ കോടതി പരിസരത്ത് ക്വിറ്റ് ഇന്ത്യ സ്തൂപത്തിന് മുമ്പിൽ ജസ്റ്റിസ് ഫോർ അനിഷ സംഘാടകർ പ്രതിഷേധ സദസ്സും പോസ്റ്റർ ക്യാമ്പയിനും നടത്തി. വനിതാ ദിനത്തിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വനിതാ കൂട്ടായ്മയും ദേശീയ വിവരാവകാശ കൂട്ടായ്മയും നടത്തുന്ന ഉപവാസ സമരത്തിന് ഐക്യദാർഢ്യവുമായാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. കൊല്ലം പറവൂർ കോടതി APP അനീഷ മേൽ ഉദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും പീഡനത്തിനിരയായി ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നും അനീഷയ്ക്ക് നിഷേധിക്കപ്പെട്ട നീതി മരണാനന്തരമെങ്കിലും ലഭിക്കണമെന്നും ആവശ്യപ്പെട്ട് മാർച്ച് 8 വനിതാ ദിനത്തിൽ സെക്രട്ടേറിയറ്റിനു മുൻപിൽ വനിതാ കൂട്ടായ്മയും ദേശീയ വിവരാവകാശ കൂട്ടായ്മയും ചേർന്ന് രാപ്പകൽ 24 മണിക്കൂർ ഉപവാസ സമരം നടത്തും. സമരത്തിന് ഐക്യദാർഢ്യവുമായി പയ്യന്നൂർ കോടതി പരിസരത്ത് ക്വിറ്റ് ഇന്ത്യ സ്തൂപത്തിന് മുന്നിൽ ജസ്റ്റിസ് ഫോർ അനീഷ സംഘാടകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സും പോസ്റ്റർ ക്യാമ്പയിനും നടത്തി. പയ്യന്നൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, സാധാരണക്കാരുടെ അത്താണിയായിട്ട് പ്രവർത്തിക്കേണ്ട കോടതി അതിൽപ്പെട്ട പ്രധാന ജീവനക്കാരിയായ APP അവരൊരു തൊഴിൽ സമ്മർദ്ദത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തു എന്നാണ് നമ്മൾ ആദ്യ ദിനങ്ങളിൽ ഈ വാർത്ത വന്നപ്പോൾ മനസ്സിലാക്കിയത്. VTV മോഹനൻ അധ്യക്ഷത വഹിച്ചു. PM ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് PP സുരേഷ് കുമാർ, അഡ്വക്കേറ്റ് KK ശ്രീധരൻ, അഡ്വക്കേറ്റ് ഷീജ കാവിനടുത്ത്, അഡ്വക്കേറ്റ് നാരായണൻ നായർ, N. സുബ്രഹ്മണ്യൻ, CV രാജഗോപാലൻ, സതീശൻ കാഞ്ഞിരിക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോൽ ദാനം നടന്നു. M. വിജിൻ MLA നിർവഹിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി താക്കോൽദാന ചടങ്ങിന്റെ ഉദ്ഘാടനവും താക്കോൽ കൈമാറ്റവും M. വിജിൻ MLA നിർവഹിച്ചു. ഹരിത കേരള മിഷനും ആർദ്രം പദ്ധതിയും ലൈഫ് മിഷൻ. ലൈഫ് നമുക്കറിയാം, വീടില്ലാത്തവർക്ക് വീട് എന്ന ഏറ്റവും വലിയ ഒരു പ്രവർത്തനം ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ്. എല്ലാവർക്കും വീട്, ഭവനരഹിതരായ ഒരാൾ പോലും ഇല്ലാത്ത കേരളം എന്നതാണ് നമ്മുടെ ഗവൺമെൻറ് തന്നെ വിഭാവനം ചെയ്തത്. അങ്ങനെ ലൈഫിനെ 3 ക്രൈറ്റീരിയയാക്കി മാറ്റി. നമുക്കറിയാം, അതിൻ്റെ ഒന്നും മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഒന്ന്, സ്ഥലവും വീടും ഇല്ലാത്തവർ, സ്ഥലമുണ്ട് വീടില്ലാത്ത, അങ്ങനെ പ്രത്യേക ക്രൈറ്റീരിയ തിരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ അർഹതപ്പെട്ടവരെയെല്ലാം ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും 7 വർഷം കൊണ്ട്, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 5 വർഷവും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 2 വർഷവും പൂർത്തീകരിക്കുമ്പോൾ 4.5 ലക്ഷം വീടുകളാണ് സംസ്ഥാനത്ത് പൂർത്തീകരിക്കപ്പെടുന്നത്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. BEO ഐറിൻ രാജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ MP. വിനോദ് കുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. PP. രോഹിണി, AV. രവീന്ദ്രൻ, TV. ഉണ്ണികൃഷ്ണൻ, MT. സബിത, PP. അംബുജാക്ഷൻ, KM. ശോഭ, സുരേഷ് ബാബു T തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മാടായി BRCയും കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച തൊഴിൽ പരിശീലന പരിപാടി പ്രത്യാശയുടെ സമാപനവും കിറ്റ് വിതരണവും ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP. ഷാജർ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സോപ്പ് നിർമ്മാണം, പേപ്പർ പേന നിർമ്മാണം, പേപ്പർ ബാഗ് നിർമ്മാണം, ഫ്ലവർ വേസ് നിർമ്മാണം, ബുക്ക് ബൈൻഡിംഗ്, കൂൺ കൃഷി പരിശീലനം, കുട നിർമ്മാണം, കളിപ്പാട്ട നിർമ്മാണം, LED ബൾബ് നിർമ്മാണം എന്നിവയിലാണ് പരിശീലനം നൽകിയത്. പരിശീലനത്തിലൂടെ ഉണ്ടാക്കിയ സാധനങ്ങൾ വിറ്റ് കിട്ടിയ തുക കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നൽകി.
പരിശീലനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും കിറ്റ് വിതരണവും നടത്തി. അവരുടെ കഴിവുകളെ ഒന്ന് മുന്നോട്ടേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇത്തരത്തിലുള്ള പ്രത്യാശ എന്ന ഈ പ്രൊജക്റ്റിലൂടെ ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. ഏറെക്കുറെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ ഈ പദ്ധതിയുമായി സഹകരിക്കുകയും അത് ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ള നമ്മുടെ BRCയിലെ അധ്യാപകർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെല്ലാവരും. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രേമ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. DPC SSK കണ്ണൂർ EC വിനോദ് മുഖ്യാതിഥിയായി. മാടായി AEO ഭാർഗവൻ PK, ഉണ്ണികൃഷ്ണൻ, CP മുഹമ്മദ് റഫീഖ്, രേഷ്മ പരാഗൻ, MV വിനോദ് കുമാർ, K പത്മാക്ഷി, ഷാഹിന, ശ്രീഹർഷ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം UDF കൺവെൻഷൻ ഉദ്ഘാടനം ജില്ലാ UDF ചെയർമാൻ കല്ലട്ര മാഹിൻ ഹാജി നിർവഹിച്ചു. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിജയത്തിനായി 1001 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താന്റെയും UDFന്റെയും വിജയം നരേന്ദ്രമോദിക്കെതിരെ രാജ്യം ആവശ്യപ്പെടുന്നതാണെന്ന് ജില്ലാ UDF ചെയർമാൻ കല്ലട്ര മാഹിൻ ഹാജി തൃക്കരിപ്പൂരിൽ പറഞ്ഞു. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇഷ്ടം കൂടിയാൽ 30-40 ദിവസത്തിനകമായിട്ട് നമുക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും. അപ്പോൾ ആ കാലയളവിൽ കടുത്ത ചൂടിനിടയിലും ഈ കാലയളവിൽ തന്നെ നമുക്ക് എല്ലാ പ്രചരണ പരിപാടികളും ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന പരിപാടികളെല്ലാം ഓരോ വീടുകൾ കയറി ഇറങ്ങിക്കൊണ്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടി എന്ന നിലയിലാണ് നിയോജക മണ്ഡലം കൺവെൻഷനുകളും അതിനുള്ള കമ്മിറ്റികളും തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ഇനി 2-3 ദിവസം കൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റികളും അതുപോലെ തന്നെ 20-ാം തീയതിക്കകം ബൂത്ത് കമ്മിറ്റികളും രൂപീകരിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. UDF നിയോജക മണ്ഡലം കൺവീനർ AGC ബഷീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ AICC അംഗം രാജ്മോഹൻ ഉണ്ണിത്താൻ MP, DCC പ്രസിഡന്റ് PK ഫൈസൽ, മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ CT അഹമ്മദ് അലി, മുൻ DCC പ്രസിഡന്റ് KP കുഞ്ഞിക്കണ്ണൻ, PK റൌഫ് ഹാജി, കരിമ്പിൽ കൃഷ്ണൻ, സത്താർ വടക്കുംപാട് തുടങ്ങിയവർ സംബന്ധിച്ചു. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിജയത്തിനായി AGC ബഷീർ ചെയർമാനും P കുഞ്ഞിക്കണ്ണൻ ജനറൽ കൺവീനറും KP പ്രകാശൻ ട്രഷററുമായി 1001 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂൾ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം M വിജിൻ MLA നിർവഹിച്ചു. കെട്ടിട നിർമ്മാണത്തിനായി സർക്കാർ 1.3 കോടി രൂപയാണ് അനുവദിച്ചത്. കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം M വിജിൻ MLA നിർവഹിച്ചു. പുതുതായി കെട്ടിടമെടുക്കുന്നതിന് കോടിക്കണക്കിന് രൂപ അനുവദിച്ചു കഴിഞ്ഞു. ചിലത് പൂർത്തീകരിക്കുക, ചിലത് പൂർത്തീകരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ്, ചിലത് പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഗവൺമെന്റ് സെൻട്രൽ സ്കൂൾ ഉൾപ്പെടെയുള്ള പുതിയ പദ്ധതികൾ തുടങ്ങുന്നതുമാണ്. തൊട്ടടുത്ത് കുഞ്ഞിമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ, കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പൊ 4 കോടിയുടെ പുതിയ കെട്ടിടമാണ് വരാൻ വേണ്ടി പോകുന്നത്. അതിന്റെ ടെൻഡർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുക. ആ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുന്നതോടുകൂടി അവിടെയും നമുക്ക് വളരെ വേഗത്തിൽ തന്നെ 3 നില കെട്ടിടം അവിടെ പ്രവൃത്തി ആരംഭിക്കാൻ പറ്റുന്ന സാഹചര്യമാണുള്ളത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന അധ്യക്ഷത വഹിച്ചു. 2 നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ 6 ക്ലാസ് മുറികളും സ്റ്റെയർ റൂം ഉൾപ്പെടെ 352.32 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിനായി സർക്കാർ 1.30 കോടി രൂപയാണ് അനുവദിച്ചത്. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C സവിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K ജിഷ ബേബി, ക്ഷേമകാര്യ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K ശോഭ, SMC ചെയർമാൻ M സത്യൻ, A ഹരിദാസൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സതീശൻ പുളുക്കു, ഹെഡ് മാസ്റ്റർ KP മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. നൂതനമായ ടെക്നോളജി ഉൾപ്പെടുത്തിക്കൊണ്ട് സ്മാർട്ട് ഫോൺ സർവീസ് സെന്റർ സ്മാർട്ടെക്സിന്റെ പുതിയ ഷോറൂം പയ്യന്നൂർ സെൻട്രൽ ബസാറിൽ കരിഞ്ചാമുണ്ടിയറയ്ക്ക് എതിർവശത്ത് MBR മൈക്രോ മാളിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. സിനിമാ താരം DYSP സിബി തോമസ് ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. 6 വർഷത്തിലധികമായി പയ്യന്നൂരിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഉത്തരമലബാറിലെ ഏറ്റവും വലിയ സ്മാർട്ട് ഫോൺ സർവീസ് സെന്റർ സ്മാർട്ടെക്സിന്റെ പുതിയ ഷോറൂം നൂതനമായ ടെക്നോളജികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പയ്യന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചു.
വേഗത്തിലും സൂക്ഷ്മവുമായ സർവീസ് സിനിമാ താരം ഡിവൈഎസ്പി സിബി തോമസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. പാർട്ണർമാരായ സാം സെബാസ്റ്റ്യൻ, രാജേഷ്, ഷാജി എന്നിവരും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം തോമസ് ചെറിയാൻ, ബിൽഡിംഗ് ഓണർ ഹംസ മുസ്തഫ പഴയങ്ങാടി, ഫ്ലവേഴ്സ് ഫെയിം ഫാദർ ജിതിൻ വൈലിങ്കൽ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. 15 വർഷത്തിനു മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ടെക്നീഷ്യൻസ്, ആപ്പിൾ പ്രൊഡക്റ്റിനു വേണ്ടി എക്സ്ക്ലൂസീവ് സർവീസ് സെന്റർ, 24/7 കസ്റ്റമർ സപ്പോർട്ട് ഓൺലൈൻ ഓഫ്ലൈൻ, 2 മണിക്കൂർ കൊണ്ട് വേഗത്തിലും സൂക്ഷ്മവുമായ സർവീസ്, 100% ഡാറ്റ സെക്യൂർഡ് തുടങ്ങിയവ സ്മാർട്ടെക്സിന്റെ പ്രത്യേകതകളാണ്. എല്ലാ ബ്രാൻഡുകളിലുമുള്ള സ്മാർട്ട് ഫോൺ സർവീസ് ഇവിടെ നിന്നും ലഭ്യമാണ്. ഫോൺ സർവീസ് ചെയ്യുവാൻ എത്തുന്നവർക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. സാംസങ്, ഓപ്പോ, വിവോ, റെഡ്മി, റിയൽമി, ഐഫോൺ തുടങ്ങിയ കമ്പനികളുടെ ഓഫീസ് സ്റ്റാഫുകൾ ഇവിടെയുണ്ട്. സ്മാർട്ടെക്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി 9074919100 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. അതുപോലെ തന്നെ പിന്നെ ബന്ധു ആൾക്കാർ, ഓണേഴ്സ്, മറ്റ് പ്രിയപ്പെട്ടവരെ ഈ ചടങ്ങിലേക്ക് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. സൂപ്പർ ഗ്രേഡ് നഗരസഭയായ പയ്യന്നൂരിൽ അനുവദനീയമായ അത്രയും കണ്ടിൻജന്റ് ജീവനക്കാരുടെ തസ്തിക അനുവദിക്കണമെന്നും CLR ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നും മുനിസിപ്പൽ കണ്ടിൻജന്റ് വർക്കേഴ്സ് യൂണിയൻ CITU പയ്യന്നൂർ യൂണിറ്റ് സമ്മേളനം. CITU ജില്ലാ പ്രസിഡന്റ് C കൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സൂപ്പർ ഗ്രേഡ് നഗരസഭയായ പയ്യന്നൂരിൽ അനുവദനീയമായ അത്രയും കണ്ടിൻജന്റ് ജീവനക്കാരുടെ തസ്തിക അനുവദിക്കണമെന്നും CLR ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നും മുനിസിപ്പൽ കണ്ടിൻജന്റ് വർക്കേഴ്സ് യൂണിയൻ CITU പയ്യന്നൂർ യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. CITU ജില്ലാ പ്രസിഡന്റ് C കൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒന്നാണ് നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും സംഘപരിവാർ നയിക്കുന്ന BJP അധികാരത്തിൽ വരുന്നതെങ്കിൽ അവരതിനു വേണ്ടിയാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുന്നതെങ്കിൽ നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ അവകാശങ്ങളും സ്വാതന്ത്ര്യവും അത് എല്ലാം പൂർണ്ണമായിട്ടും നിഷേധിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പയ്യന്നൂർ CITU മന്ദിരത്തിൽ നടന്ന സമ്മേളനത്തിൽ കുനിയിൽ കരുണാകരൻ അധ്യക്ഷനായി. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ, P രാജീവൻ, CITU പയ്യന്നൂർ ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. മഹാവിഷ്ണു ഫ്യൂവൽസ് പയ്യന്നൂർ അന്നൂർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. മഹാവിഷ്ണു ഫ്യൂവൽസ് പയ്യന്നൂർ അന്നൂർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അത് ഒരു അപൂർവതയുള്ളൊരു കാര്യമാണ്. ഇന്നത് സർവ്വസാധാരണമാണ്. എല്ലായിടങ്ങളിലും പെട്രോൾ പമ്പുകൾ സാധാരണ കച്ചവട സ്ഥാപനം പോലെ വന്നുകൊണ്ടിരിക്കുന്നൊരു കാലത്താണ് ഈ അന്നൂർ പ്രദേശത്തും ഇങ്ങനെയൊരു സ്ഥാപനം ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. അത് വാഹനങ്ങളുടെ ഉപഭോക്താക്കളുടെ എണ്ണം ഭീമമായ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ആവശ്യക്കാരുണ്ട് എന്നർത്ഥം. KP ബാലകൃഷ്ണൻ പൊതുവാൾ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KP രാജൻ, KV ബാബു, ബാലകൃഷ്ണൻ, രാമകൃഷ്ണൻ, KK ഗംഗൻ, MRPL റീജിയണൽ ഓഫീസർ ലക്ഷ്മി ശ്യാം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു.
നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ബ്ലോക്ക് വനിതാ ഫോറം വനിതാ ദിനാചരണം നടത്തി. പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ നടന്ന പരിപാടി KSSPA വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് P. ലളിത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ബ്ലോക്ക് വനിതാ ഫോറത്തിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണം നടന്നു. പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയം ഗാന്ധിമാവിൻ ചുവട്ടിൽ നടന്ന പരിപാടി KSSPA വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് P. ലളിത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. KSSPA പയ്യന്നൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് R. പത്മാവതി അധ്യക്ഷത വഹിച്ചു. ജീവിതശൈലി രോഗങ്ങളും പെൻഷൻ സമൂഹവും എന്ന വിഷയത്തിൽ ഡോക്ടർ പ്രശാന്ത് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. KSSPA പയ്യന്നൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് R. പത്മാവതി അധ്യക്ഷത വഹിച്ചു. KSSPA സംസ്ഥാന സെക്രട്ടറി TV ഗംഗാധരൻ മാസ്റ്റർ അനുമോദനം നിർവഹിച്ചു. രാജേശ്വരി ടീച്ചർ, സുശീല ടീച്ചർ, ശാരദ പെരിയാട്ട്, KK വസുമതി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കുന്നേരു മലയാളം വായനശാല ഗ്രന്ഥാലയം ജനകീയ വിജ്ഞാന സദസ്സ് സംഘടിപ്പിച്ചു. കവി CM വിനയചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സാമൂഹികമായ മറവികൾക്കെതിരെ വലിയ പ്രതിരോധം സംഘടിപ്പിക്കേണ്ട കാലമാണിതെന്ന് കവി CM വിനയചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു. കുന്നേരു മലയാളം വായനശാല ഗ്രന്ഥാലയം സംഘടിപ്പിച്ച ജനകീയ വിജ്ഞാന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വായനശാല പ്രസിഡന്റ് V. പ്രമോദ് അധ്യക്ഷത വഹിച്ചു. സുനിൽ കുന്നേരു, P. രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ ഉദ്യോഗസ്ഥരും ഓട്ടോ ഡ്രൈവർമാരും സംയുക്തമായി അന്താരാഷ്ട്ര വനിതാ ദിനത്തിന് മുന്നോടിയായി റെയിൽവേ സ്റ്റേഷന് സമീപം ആഘോഷം സംഘടിപ്പിച്ചു. പാസഞ്ചേഴ്സ് അമ്യൂണിറ്റീസ് കമ്മിറ്റി ചെയർമാൻ PK കൃഷ്ണദാസ് ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ ഉദ്യോഗസ്ഥരും ഓട്ടോ ഡ്രൈവർമാരും സംയുക്തമായി അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ മുന്നോടിയായി റെയിൽവേ സ്റ്റേഷന് സമീപം ആഘോഷം സംഘടിപ്പിച്ചു. പാസഞ്ചേഴ്സ് അമ്യൂണിറ്റീസ് കമ്മിറ്റി ചെയർമാൻ PK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ജനതകളുടെ കൈകളിൽ സ്റ്റേഷൻ മാസ്റ്റർ വനിത, വോയിൻസ്മാൻമാർ വനിത, എല്ലാ മേഖലയും കംപ്ലീറ്റ് ഈ സ്റ്റേഷന്റെ നിയന്ത്രണം വനിതകളുടെ കയ്യിലാകാൻ വേണ്ടി പോവുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, കാരണം പുരുഷന്മാർക്ക് സാധിക്കുന്നതെല്ലാം വനിതകൾക്കും സാധിക്കുമെന്ന് ആധുനിക സമൂഹം ലോകം നമ്മളെ പഠിപ്പിക്കും. വനിതാ ദിനമായ മാർച്ച് 8-ന് റെയിൽവേ സ്റ്റേഷന്റെ മുഴുവൻ ചുമതലയും വനിതകൾക്കായിരിക്കുമെന്ന് PK കൃഷ്ണദാസ് പറഞ്ഞു. റെയിൽവേ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടർ GP രാജേഷ് അധ്യക്ഷത വഹിച്ചു. സ്റ്റേഷൻ മാസ്റ്റർ R. ശരത്ത്, റെയിൽവേ കൊമേഴ്സ്യൽ ഇൻസ്പെക്ടർ വിനോദ്, സ്റ്റേഷൻ മാസ്റ്റർ V. ഷെൽന, സ്റ്റേഷൻ സൂപ്രണ്ട് KKV ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റേഷൻ ശുചീകരണ തൊഴിലാളികൾക്ക് കിറ്റുകൾ വിതരണം ചെയ്തു. ആഘോഷത്തോടനുബന്ധിച്ച് കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ക്യാൻസർ, ഹാർട്ട്, കിഡ്നി ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്കുള്ള സാമ്പത്തിക സഹായ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ വിതരണോദ്ഘാടനം നിർവഹിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ക്യാൻസർ, ഹാർട്ട്, കിഡ്നി ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്കുള്ള സാമ്പത്തിക സഹായം വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ തുക വിതരണത്തിനായി പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറിക്കൊണ്ട് വിതരണോദ്ഘാടനം നിർവഹിച്ചു. സഹായം സ്വീകരിച്ചുകൊണ്ടാണ് ക്യാൻസർ, കിഡ്നി, അതുപോലെ ഹൃദയ സംബന്ധമായ ബൈപ്പാസ് പോലെയുള്ള മാരകമായ രോഗങ്ങൾക്ക് ചികിത്സിക്കുന്ന ആളുകൾക്ക് ഒരു ചെറിയ ആശ്വാസം എന്ന രീതിയിൽ ഈ സംഖ്യ വിതരണം ചെയ്യുന്നത്. ഉദാരമതികളിൽ നിന്നും മറ്റും സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇതിനാവശ്യമായ തുക കണ്ടെത്തുന്നത്. ഇതിനകം ലക്ഷക്കണക്കിന് രൂപയാണ് ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും വിതരണം ചെയ്തത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അരവിന്ദൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. നാടകം കളിക്കാൻ ഒരു നാട് ഒരുങ്ങുന്ന മനോഹര കാഴ്ചയാണ് അതിയടം നിവാസികൾക്ക് പറയാനുള്ളത്. ഫ്രണ്ട്സ് കലാവേദിയുടെ 30ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് നാടകം ഒരുങ്ങുന്നത്. ഫ്രണ്ട്സ് അതിയടം ഒരുക്കുന്ന നാടകത്തിൽ അഭിനയിക്കുന്നവർ ഫ്രണ്ട്സ് കുടുംബാംഗങ്ങൾ തന്നെയാണ്. ക്ലബിന്റെ പ്രവർത്തകനായ അനിൽ നമ്പ്യാരുടെ വീട്ടുമുറ്റത്ത് വൈകിട്ട് 6 മണിയോടെ എല്ലാവരും ഒത്തുചേരും. ആദ്യം നാടകത്തെക്കുറിച്ച് ചർച്ച നടത്തും. പിന്നീട് റിഹേഴ്സൽ ക്യാമ്പ് തുടങ്ങും. പ്രശസ്ത നാടക സംവിധായകൻ ഉമേഷ് കല്യാശ്ശേരിയാണ് നാടകം സംവിധാനം ചെയ്യുന്നത്. മതത്തിനും ജാതിക്കും അതീതമായി മനുഷ്യനന്മയെ വിളിച്ചോതുന്ന നാടകമാണ് ആദിയുഗം.
പതിവ് ശൈലിയിൽ നിന്നും വ്യത്യസ്തമായാണ് നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പ് ഉൾപ്പെടെ നടക്കുന്നത്. നാടക റിഹേഴ്സൽ ക്യാമ്പ് പ്രശസ്ത നാടക സിനിമാ നടൻ രാജേഷ് വർമ്മ സന്ദർശിച്ചു. അങ്ങനെ നമ്മൾ ഈ നാട് സ്വപ്നം കാണുന്നുണ്ട്. നാടകത്തെ ഒരു നാട് സ്വപ്നം കാണുക, നാടിൻ്റെ നാടകമാകുക, നാടിൻ്റെ അകമാകുക, അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുക എന്നൊക്കെ പറയുന്നത് അത് ഒരുപക്ഷെ ഈ ഇതിനു വേണ്ടിയിട്ട് ഒരുങ്ങുന്നവർക്ക് ഈ നാടകം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഭയങ്കര വേറൊരു പുതിയൊരു എനർജി ഉണ്ടാകുന്നത്. ഏറെ ആവേശത്തോടെയാണ് നാടകത്തിൽ അഭിനയിക്കുന്ന ഫ്രണ്ട്സിന്റെ കലാകാരന്മാർ. ഏപ്രിൽ 7-ന് ഫ്രണ്ട്സ് അതിയടം 30ാം വാർഷികാഘോഷ പരിപാടിയിൽ നാടകം അവതരിപ്പിക്കും. മനോജ് KKV, P രവീന്ദ്രൻ, M സത്യേന്ദ്രൻ, AV അനിൽ നമ്പ്യാർ എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. രാമന്തളി കല്ലേറ്റും കടവ് ശ്രീ നരമ്പിൽ ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം മാർച്ച് 9, 10 ശനി ഞായർ ദിവസങ്ങളിൽ നടക്കും. പ്രധാന വാർത്തകൾ കാണാം ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പയ്യന്നൂരിൽ UDF പയ്യന്നൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. ഗവർണർമാരെ ഉപയോഗിച്ച് ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ് മോദി സർക്കാരെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കലാലയങ്ങളിൽ വോട്ടഭ്യർത്ഥനയുമായി LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ. തൃക്കരിപ്പൂരിൽ 2ാം ഘട്ട പര്യടനം ആരംഭിച്ചു. തൃക്കരിപ്പൂർ പോളിയിൽ നിന്നും പര്യടനത്തിന് തുടക്കം കുറിച്ചു. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ നാർക്കലിൽ കുന്നിടിക്കലിനെതിരെ പ്രതിഷേധം ശക്തമായി. കുന്നിടിക്കുന്നത് ഹൈവേ വികസന പ്രവർത്തനങ്ങൾക്കായി. മണ്ണ് ഖനനം അനുവദിക്കില്ലെന്ന നിലപാടിൽ പ്രദേശവാസികൾ. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച 35 വീടുകളുടെ താക്കോൽദാനം ചന്തപ്പുരയിൽ നടന്നു. രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.